Next topic is Taylor's and Lorentz series. Taylor's theorem. Let f of z be analytic inside a circle C with center at z0 and radius r. Then at each point z inside C, f of z equal to f of z0 plus f dash z0 into z minus z0 plus f double dash z0 by 2 factorial into z minus z0 the whole square plus etc. This problem, find the Taylor series expansion of f of z equal to sin z about z equal to pi by 4. അപ്പോൾ ഇവിടെ z0 തന്നിരിക്കുന്നത് pi by 4 ആണ്. അപ്പം ആദ്യം ഫോർമുല നോക്കുക. ടൈലർ സീരീസ് എഫ് ഓഫ് z ഈക്വൽ ടു എഫ് ഓഫ് z0 പ്ലസ് എഫ് ഡാഷ് z0 ഇൻറ്റു z മൈനസ് z0 പ്ലസ് എഫ് ഡബിൾ ഡാഷ് z0 ബൈ 2 ഫാക്ടോറിയൽ z മൈനസ് z0 ദ ഹോൾ സ്ക്വയർ. ഇവിടെ z0 pi by 4 എന്ന് കൊടുക്കുക. f of pi by 4 plus z minus pi by 4 into f dash pi by 4 plus z minus pi by 4 the whole square by 2 factorial into f double dash pi by 4 plus etc. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ z ആണ്. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് z ആവശ്യമുണ്ട്, എഫ് ഡബിൾ ഡാഷ് ഉണ്ട്, എഫ് ത്രിബിൾ ഡാഷ് പ്ലസ് എക്സെട്ര. അപ്പോൾ എഫ് ഓഫ് z എന്ന് പറയുന്നത് സൈൻ z ആണ്. എഫ് ഡാഷ് z ആണെങ്കിലോ കോസ് z, എഫ് ഡബിൾ ഡാഷ് z എന്ന് പറയുന്നത് മൈനസ് സൈൻ z ആണ്. എഫ് ത്രിബിൾ ഡാഷ് z എന്ന് പറയുന്നത് മൈനസ് കോസ് z ആണ്. ഇനി ആ z0 ഈക്വൽ ടു പൈ ബൈ 4 ഉണ്ടല്ലോ, ആ വാല്യൂസ് എല്ലാം ഇവിടെ കൊടുക്കണം. അപ്പോൾ എഫ് ഓഫ് പൈ ബൈ 4 ഈക്വൽ ടു സൈൻ പൈ ബൈ 4 നമുക്കറിയാം 1/√2 ആണ്. എഫ് ഡാഷ് പൈ ബൈ 4 ഈക്വൽ ടു കോസ് പൈ ബൈ 4 ഈക്വൽ ടു 1/√2. എഫ് ഡബിൾ ഡാഷ് പൈ ബൈ 4 ഈക്വൽ ടു മൈനസ് സൈൻ പൈ ബൈ 4 ഈക്വൽ ടു മൈനസ് 1/√2. എഫ് ത്രിബിൾ ഡാഷ് പൈ ബൈ 4 ഈക്വൽ ടു മൈനസ് കോസ് പൈ ബൈ 4 ഈക്വൽ ടു മൈനസ് 1/√2. f of z equal to 1/√2 plus z minus pi by 4 into 1/√2 plus z minus pi by 4 the whole square by 2 factorial into minus 1/√2 plus z minus pi by 4 the whole cube by 3 factorial into minus 1/√2 plus etc. ഇതിൽ നിന്ന് 1/√2 എന്ന് പറയുന്ന കോമൺ ഫാക്ടറാണ്. അപ്പോൾ 1/√2 ഇൻറ്റു 1 പ്ലസ് z minus pi by 4 by 1 factorial minus of z minus pi by 4 the whole square by 2 factorial minus of z minus pi by 4 the whole cube by 3 factorial plus etc. ഇത് ടൈലർ സീരീസിൻ്റെ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തു. ഇതേ മെത്തേഡ് തന്നെ വേറൊരു രീതിയിലും ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് z എന്ന് പറഞ്ഞ സൈൻ z തന്നിട്ടുണ്ട്. നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്ന പൈ ബൈ 4 തന്നിട്ടുണ്ട്. z ഈക്വൽ ടു പൈ ബൈ 4 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈലർ സീരീസിൻ്റെ ഫോർമുല അറിയാമല്ലോ. അപ്പോൾ എല്ലാം z മൈനസ് പൈ ബൈ 4 പവേഴ്സിൽ വേണം എഴുതാൻ. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ ചെയ്യാം? സൈൻ ഓഫ് z മൈനസ് പൈ ബൈ 4 റീപ്ലേസിങ് z മൈനസ് ചേഞ്ചിങ് z ടു z മൈനസ് പൈ ബൈ 4. അപ്പോൾ z മൈനസ് പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 എന്ന് വരും. ഇത് സൈൻ ഓഫ് എ പ്ലസ് ബി ആണ്. സൈൻ ഓഫ് എ പ്ലസ് ബി അറിയാം, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് z മൈനസ് പൈ ബൈ 4 ആണ്, ബി ആണെങ്കിലോ പൈ ബൈ 4 ആണ്. അപ്പോൾ സൈൻ ഓഫ് z മൈനസ് പൈ ബൈ 4 ഇൻറ്റു കോസ് പൈ ബൈ 4 പ്ലസ് കോസ് z മൈനസ് പൈ ബൈ 4 ഇൻറ്റു സൈൻ പൈ ബൈ 4. അപ്പോൾ കോസ് പൈ ബൈ 4 അറിയാം 1/√2 ആണ്. അതുപോലെ സൈൻ പൈ ബൈ 4 ആണെങ്കിലോ 1/√2 ആണ്. അപ്പോൾ സൈൻ ഓഫ് z മൈനസ് പൈ ബൈ 4 ഇൻറ്റു 1/√2 പ്ലസ് കോസ് z മൈനസ് പൈ ബൈ 4 ഇൻറ്റു 1/√2. അപ്പോൾ 1/√2 അവിടെ നിന്ന് കോമൺ ഫാക്ടറാണ്. അപ്പോൾ സൈൻ ഓഫ് z മൈനസ് പൈ ബൈ 4 പ്ലസ് കോസ് z മൈനസ് പൈ ബൈ 4 എന്ന് വരും. ഇനി നിങ്ങളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. സൈൻ z ഈക്വൽ ടു z മൈനസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. അതുപോലെ കോസ് z എന്താണ്? 1 മൈനസ് z സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് z റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് z റേസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇപ്പോൾ എഫ് ഓഫ് z ഈക്വൽ ടു 1/√2 ഇൻറ്റു z മൈനസ് പൈ ബൈ 4 മൈനസ് ഓഫ് z മൈനസ് പൈ ബൈ 4 ദ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z മൈനസ് പൈ ബൈ 4 ദ ഹോൾ റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര പ്ലസ് 1 മൈനസ് z മൈനസ് പൈ ബൈ 4 ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് z മൈനസ് പൈ ബൈ 4 ദ ഹോൾ റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് ഓഫ് z മൈനസ് പൈ ബൈ 4 ദ ഹോൾ റേസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. 1/√2 ഇൻറ്റു 1 പ്ലസ് z മൈനസ് പൈ ബൈ 4 ബൈ 1 ഫാക്ടോറിയൽ മൈനസ് ഓഫ് z മൈനസ് പൈ ബൈ 4 ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ മൈനസ് ഓഫ് z മൈനസ് പൈ ബൈ 4 ദ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പോൾ എങ്ങനെ ചെയ്താലും സെയിം ആൻസർ തന്നെ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് z ഈക്വൽ ടു കോസ് z about z ഈക്വൽ ടു പൈ ബൈ 2.
അപ്പോൾ ടൈലർ സീരീസ് എക്സ്പാൻഷനിലെല്ലാം z മൈനസ് 5/2 പവേഴ്സിൽ വേണം ആക്കാൻ. അപ്പോൾ റീപ്ലേസിങ് z ബൈ z മൈനസ് 5/2. അപ്പോൾ എഫ് ഓഫ് z ഈക്വൽ ടു കോസ് z, കോസ് ഓഫ് z മൈനസ് 5/2 പ്ലസ് 5/2. അപ്പോൾ കോസ് 90 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ മൈനസ് സൈൻ z മൈനസ് 5/2. വീണ്ടും സൈൻ ഇസിൻ്റെ ഫോർമുലയാണ്. അപ്പോൾ മൈനസ് ഓഫ് z മൈനസ് 5/2 മൈനസ് ഓഫ് z മൈനസ് 5/2 ദ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z മൈനസ് 5/2 ദ ഹോൾ റേസ് ടു 5/5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. Third problem, find the Taylor series expansion of f of z equal to sin z by z minus pi at z equal to pi. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് ടൈലർ സീരീസ് എക്സ്പാൻഷനിൽ എല്ലാം z മൈനസ് പൈയുടെ പവേഴ്സിൽ വേണം ആക്കാൻ. ഇപ്പോൾ എഫ് ഓഫ് z ഈക്വൽ ടു 1 ഡിനോമിനേറ്റർ ഓൾറെഡി z മൈനസ് പൈയുടെ പവേഴ്സിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പോകണ്ട, ന്യൂമറേറ്റർ ചേഞ്ച് ചെയ്യുക. റീപ്ലേസിങ് z ബൈ z മൈനസ് പൈ 1/z മൈനസ് പൈ ഇൻറ്റു സൈൻ ഓഫ് z മൈനസ് പൈ പ്ലസ് പൈ. ഇനി സൈൻ 180 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ 1/z മൈനസ് പൈ ഇൻറ്റു മൈനസ് ഓഫ് z മൈനസ് പൈ സൈൻ z മൈനസ് പൈ. ഇനി സൈനസിൻ്റെ ഫോർമുലയാണ് മൈനസ് 1/z മൈനസ് പൈ ഇൻറ്റു z മൈനസ് പൈ മൈനസ് z മൈനസ് പൈ ദ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z മൈനസ് പൈ ദ ഹോൾ റേസ് ടു 5/5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. അപ്പോൾ z മൈനസ് പൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മൈനസ് 1 പ്ലസ് z മൈനസ് പൈ ദ ഹോൾ സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ മൈനസ് ഓഫ് z മൈനസ് പൈ ദ ഹോൾ റേസ് ടു 4/5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. This question, find the Taylor series expansion of f of z equal to 1/z at z equal to 1. അപ്പോൾ ഇവിടെ അതുപോലെ ടൈലർ സീരീസ് എക്സ്പാൻഷനിൽ z മൈനസ് 1ൻ്റെ പവേഴ്സ് ആക്കണം. ഇപ്പോൾ ഡിനോമിനേറ്റർ റീപ്ലേസിങ് z ബൈ z മൈനസ് 1 ആണ്. 1/z മൈനസ് 1 പ്ലസ് 1 വരും. അപ്പോൾ 1 പ്ലസ് z മൈനസ് 1 റേസ് ടു മൈനസ് 1. ഇതൊരു ബൈനാമിയൽ എക്സ്പാൻഷനാണ്. 1 പ്ലസ് x റേസ് ടു മൈനസ് 1 എന്ന് പറയുന്നത് 1 മൈനസ് x പ്ലസ് x സ്ക്വയർ മൈനസ് എക്സെട്ര. അപ്പോൾ 1 മൈനസ് ഓഫ് z മൈനസ് 1 പ്ലസ് z മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് ഓഫ് z മൈനസ് 1 ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര. ഫിഫ്ത്ത് വൺ, ഫൈൻഡ് ദി ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് f of z ഈക്വൽ ടു 1/z പ്ലസ് 2 അറ്റ് z ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ അതുപോലെ z മൈനസ് 1ൻ്റെ പവേഴ്സിൽ എഴുതണം. അപ്പോൾ ഡിനോമിനേറ്റർ റീപ്ലേസിങ് z ബൈ z മൈനസ് 1 ആണ്. അപ്പോൾ 1/z മൈനസ് 1 പ്ലസ് 1 പ്ലസ് 2. അപ്പോൾ 1/z മൈനസ് 1 പ്ലസ് 3 എന്ന് വരും. അപ്പോൾ നമുക്കെല്ലാം z മൈനസ് 1ൻ്റെ പവേഴ്സിൽ ചെയ്യണമല്ലോ, അതിന് വേണ്ടി എന്ത് ചെയ്യണം, 3 അങ്ങ് പുറത്തെടുക്കുക. അപ്പോൾ 1/3 ഇൻറ്റു 1 പ്ലസ് z മൈനസ് 1/3. അപ്പോൾ 1/3 ഇൻറ്റു 1 പ്ലസ് z മൈനസ് 1/3 റേസ് ടു മൈനസ് 1. 1 പ്ലസ് x റേസ് ടു മൈനസ് 1ൻ്റെ എക്സ്പാൻഷനാണ് 1 മൈനസ് x പ്ലസ് x സ്ക്വയർ മൈനസ് എക്സെട്ര. അപ്പോൾ 1/3 ഇൻറ്റു 1 മൈനസ് ഓഫ് z മൈനസ് 1/3 പ്ലസ് z മൈനസ് 1/3 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സെട്ര. This question, find Taylor series expansion of f of z equal to 1/1 plus z the whole square at z equal to 1. ഇപ്പോൾ f of z equal to 1/1 plus z the whole square ആണ്. റീപ്ലേസിങ് z by z minus 1. 1 plus z minus 1 plus 1 the whole square. അപ്പോൾ 1/z minus 1 plus 2 the whole square. അപ്പോൾ 1/4 into 1 plus z minus 1/2 the whole square. അപ്പോൾ 1/4 into 1 plus z minus 1/2 the whole raised to minus 2. അപ്പോൾ 1 plus x raised to minus 2 എക്സ്പാൻഷനാണ്, ബൈനോമിയൽ എക്സ്പാൻഷൻ. 1 plus x raised to minus 2 എന്ന് പറയുന്നത് 1 minus 2x plus 3x square minus 4x cube plus etc. അപ്പോൾ f of z equal to 1/4 into 1 minus 2 into z minus 1/2 plus 3 into z minus 1/2 the whole square minus 4 into z minus 1/2 the whole cube plus etc. This question, find the Taylor series expansion of f of z equal to z minus 1 by z plus 1 at z equal to 1. ഇപ്പോൾ എല്ലാം z മൈനസ് 1ൻ്റെ പവേഴ്സിൽ എഴുതണം. ന്യൂമറേറ്റർ ഒന്നും ചേഞ്ച് ചെയ്യാൻ പോകണ്ട. z മൈനസ് 1ൻ്റെ പവേഴ്സിലേക്ക് കിടക്കുന്നത് ഡിനോമിനേറ്റർ ചേഞ്ച് ചെയ്യുക. റീപ്ലേസിങ് z ബൈ z മൈനസ് 1. അപ്പോൾ z മൈനസ് 1 ബൈ z മൈനസ് 1 പ്ലസ് 1 പ്ലസ് 1. പിന്നെ z മൈനസ് 1 ഡിവൈഡഡ് ബൈ z മൈനസ് 1 പ്ലസ് 2. z മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് z മൈനസ് 1 ബൈ 2. z മൈനസ് 1 ബൈ 2 ഇൻറ്റു 1 പ്ലസ് z മൈനസ് 1 ബൈ 2 ദ ഹോൾ റേസ് ടു മൈനസ് 1. z minus 1 by 2 into 1 minus of z minus 1 by 2 plus z minus 1 by 2 the whole square minus etc.